നമസ്കാരം. വാൽപ്പാറയിലെ മലനിരകളിൽ നിന്നുമെത്തിയ ആ കറുത്ത വാർത്ത പാങ്ങ് ഗവൺമെന്റ് LP സ്കൂളിന്റെയും നാടിന്റെയും നോവായി മാറുകയാണ്. ഒരാഴ്ചയോളമായി മരണത്തോട് മല്ലിട്ടിരുന്ന വാൻ ഡ്രൈവർ AP നൌഷാദ് അലിയും കഴിഞ്ഞ ദിവസം യാത്രയായി. ഇതോടെ വാൽപ്പാറ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 10ആയി. കേവലം ഒരു ഡ്രൈവർ എന്നതിലുപരി സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും പ്രിയപ്പെട്ടവനായിരുന്നു നൌഷാദ് അലി. ഈ വിയോഗം ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തുകയാണ്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് പെരിന്തൽമണ്ണ മുതുകുർശി സ്വദേശി AP നൌഷാദ് അലി വിട പറഞ്ഞത്. കഴിഞ്ഞ 1.5 വർഷമായി പാങ് സ്കൂളിലെ വാൻ ഡ്രൈവറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. 18 വയസ്സ് മുതൽ ഡ്രൈവിംഗ് തൊഴിലായി സ്വീകരിച്ച നൌഷാദിന് വാഹനം ഓടിക്കുന്നത് ഒരു ഹാരമായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിദേശത്ത് പോയെങ്കിലും ഡ്രൈവിംഗിനോടുള്ള സ്നേഹം മൂലം അദ്ദേഹം വേഗം തന്നെ നാട്ടിലേക്ക് തിരികെ എത്തി. പാങ് സ്കൂളിന് സമീപം വാഴങ്ങിലുള്ള ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചത്. അവിടെ വാങ്ങിയ സ്ഥലത്ത് ഒരു കൊച്ചു വീട് പണിയണമെന്നത് നൌഷാദിന്റെ വലിയ സ്വപ്നമായിരുന്നു. PTA പ്രസിഡന്റ് KV അലിയോടും അടുത്ത സുഹൃത്തുക്കളോടും തന്റെ ഈ സ്വപ്നം അദ്ദേഹം പലപ്പോഴായി പങ്കുവച്ചിരുന്നു. എന്നാൽ ആ ആഗ്രഹം ബാക്കിയാക്കിയാണ് ഈ 39-കാരനായ നൌഷാദ് മടങ്ങിയത്. വാഴങ്ങൽ AM LP സ്കൂളിലെ അധ്യാപിക സീനത്താണ് ഭാര്യ. സൻഹ ഫാത്തിമ, ഫഹീം, നാജിദ് എന്നിവരാണ് മക്കൾ. അപകട സമയത്ത് വാഹനമോടിച്ചത് നൌഷാദ് ആണ് എന്ന രീതിയിൽ ചില തെറ്റായ പ്രചാരണങ്ങൾ നടന്നിരുന്നു. എന്നാൽ പോലീസ് റിപ്പോർട്ടുകൾ പ്രകാരം അപകട സമയത്ത് വാഹനമോടിച്ചിരുന്നത് നൌഷാദ് ആണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അപകടത്തിൽ പരിക്കേറ്റ മറ്റുള്ളവരുടെ നില മെച്ചപ്പെടുന്നുണ്ട്. പരിക്കേറ്റ ഫാസിദിനെ കോയമ്പത്തൂരിൽ നിന്ന് പെരിന്തൽമണ്ണ EMS ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. മരിച്ച പാചകത്തൊഴിലാളി സജിതയുടെ മകൻ ഷഹദീൻ മാത്രമാണ് ഇപ്പോൾ കോയമ്പത്തൂരിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം 12 വയസ്സുകാരനായ ജസ്നീൻ ആശുപത്രി വിട്ട് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. നാടിന്റെ പ്രിയപ്പെട്ട നൌഷാദ് അലിയുടെ സംസ്കാരം വാഴങ്ങൽ നൂറാനിയ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. നൌഷാദ് അലിയുടെ വിയോഗം കേവലം ഒരു മരണവാർത്തയല്ല, ഒരു കുടുംബത്തിന്റെ എല്ലാമായ തണൽമരം വീണതുപോലെയാണ്. വാടികളിൽ അദ്ദേഹം വാങ്ങിയിട്ട് ആ സെന്റ് ഭൂമി ഇന്നും ഒരു നിശബ്ദ സാക്ഷിയായി അവിടെയുണ്ട്. തന്റെ മക്കൾക്കും അധ്യാപികയായ ഭാര്യ സീനത്തിനും സുരക്ഷിതമായി കഴിയുവാൻ ഒരു കൂര പണിയണമെന്ന ആഗ്രഹം പങ്കുവയ്ക്കാത്ത ഒരു ദിവസം പോലും നൌഷാദിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഫാസിദിനും ഷഹദീനും വേണ്ടി നാടൊന്നാകം പ്രാർത്ഥനയിലാണ്. പെരിന്തൽമണ്ണ EMS ആശുപത്രിയിലേക്ക് മാറ്റിയ ഫാസിദിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നാണ് വിവരം. ജസ്റ്റിൻ ജീവിതത്തിലേക്ക് മടങ്ങിയത് ഈ കറുത്ത ദിനങ്ങളിൽ ചെറിയ പ്രകാശമാകുന്നുണ്ട്. എങ്കിലും പാങ് സ്കൂളിന്റെ വരാന്തകളിൽ ഇനി നൌഷാദ് അലിയുടെ ചിരി ഉണ്ടാകില്ല എന്ന സത്യം ഉൾക്കൊള്ളുവാൻ അധ്യാപകർക്കും സഹപ്രവർത്തകർക്കും ഇനിയും കഴിഞ്ഞിട്ടില്ല. വീടെന്ന സ്വപ്നവും കുടുംബത്തിന്റെ പ്രതീക്ഷകളും പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ നൌഷാദ് അലിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ നൌഷാദ് അലിയുടെ ആരോഗ്യനില വഷളായിട്ടും ഡോക്ടർമാർ എത്താൻ വൈകിയെന്ന് ആരോപിച്ചുകൊണ്ട് ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു. ചികിത്സയുടെ കാര്യത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായതായാണ് കുടുംബത്തിന്റെ പരാതി. അധ്യാപകരും ജീവനക്കാരും ചേർന്ന് ഒരു കുടുംബമായി ജീവിച്ചിരുന്ന പാങ് GLP സ്കൂളിലെ ആത്മബന്ധമാണ് ഈ ദുരന്തത്തിൽ തകർന്നത്. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ പ്രകാശം പതിച്ച അധ്യാപകരും അവരെ കരുതലോടെ കൈപിടിച്ചു നടത്തിയ ഡ്രൈവറും ഒരുമിച്ച് നഷ്ടപ്പെട്ടത് ഒരു സമൂഹത്തിന് തന്നെ ദുഃഖമായി മാറി.